മറ്റുള്ളതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വിഭിന്നമായി ചെയ്ത് വ്യക്തമായി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയും നമ്മുടെ പഠനത്തിൻ്റെ ഉദ്ദേശം അല്ലാഹുവിന്റെ ഖുർആനിലൂടെ പറഞ്ഞു ഞാൻ ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടില്ല, എനിക്ക് ഇബാദത്ത് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു തആല മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത്. ഈ ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇല്ലാഹി അഅ്ബുദു എന്ന് പറഞ്ഞാൽ ഇതിനെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യാൻ, അവനെ അറിയാൻ, അവനെ തിരിച്ചറിയുക എന്നുള്ള ആ ഒരൊറ്റ ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ് അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചത്. നമ്മളിന്ന് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. പക്ഷേ ആർക്കാണ് നാം ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ ആ മഅബൂദിനെ അറിയാതെയാണ് നമ്മൾ ഇബാദത്ത് നിർവഹിക്കുന്നത്. നാം അല്ലാഹുവിന് മുന്നിൽ സുജൂദ് ചെയ്യുന്നു. പക്ഷേ ഈ സുജൂദ് ആർക്കാണ് നാം ചെയ്യുന്നത്? അവൻ നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന ഇഹ്സാനുകളും ഗുണങ്ങളും എന്തൊക്കെയാണ് എന്നുള്ള വസ്തുതയൊന്നും പരിചയപ്പെടാതെയാണ് നാം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുകയും ചെയ്യും. എന്നാൽ നാം നിർവഹിക്കുന്ന ഈ ഇബാദത്തുകളൊക്കെ അല്ലാഹു ആരാണ്, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനുള്ള പങ്കെന്താണ്, ഏതൊക്കെ നിലയിലാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിനെ ഇടപെട്ടിട്ടുള്ളത് എന്നുള്ള വസ്തുത ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് നാം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയാണ്, സുജൂദ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ സാജിദിൻ്റെയും മസ്ജൂദിൻ്റെയും ഈ ആബിദിൻ്റെയും മഅബൂദിൻ്റെയും ഇടയിൽ ദൂരമുണ്ടാവുകയില്ല. മറിച്ച് രണ്ടാരുടെയും ഇടയിലുള്ള ദൂരം അടുപ്പത്തിലാവുകയും ദൂരം അവസാനിച്ച് അള്ളാഹുവിന്റെ ഖുർബും അവന്റെ സാമീപ്യവും ഈ അടിമത്തിൽ എത്തിക്കുകയും ചെയ്യുന്നതാണ്. अगर अल्लाह ताला खालिसतन इबादत के लिए अगर इंसान को पैदा करता तो इबादत तो बहुत हर किसी से अल्लाह ताला करवा रहा है। कई लोगों को इबादत के लिए अल्लाह ताला सिर्फ और सिर्फ मामूर किया है। फरिश्ते हैं, अल्लाह ताला उनको भी इबादत के लिए मुकर्रर किया है। अब अल्लाह ताला ये भी इरशाद फरमाए, जिन्नात मा खलक़तुल जिन्ना वल इंसा इल्ला लियअबुदून के मुताबिक जिन्नात को भी अल्लाह ताला इबादत के लिए पैदा किया है, फिर इंसान को भी इबादत के लिए पैदा किया है। तो फिर क्या मतलब हुआ? अल्लाह सिर्फ खाली बंदे से इबादत ही चाहता है। बुजुर्गों, इंसान का मकाम और मर्तबा है, वो इबादत जब करता है, इबादत के साथ माबूद का पता भी वो रखना। अल्लाह ताला इसीलिए इंसान को अशरफियत का ताज पहनाया है, ताकि वो अपने रब के रुबूबियत को जाने, रब को जाने, अपने मालिक व मौला को अगर वो जान लेगा, उसका इरफान अगर हासिल करेगा, उसकी पहचान अपने अंदर पैदा करेगा, तो इंसान में और दूसरे मखलूकात में फर्क रहेगा। वरना सिर्फ वो खाली इबादत करता रहेगा तो कोई फर्क उन दोनों में नहीं रहेगा। अल्लाह ताला हम और आपको सही समझने की तौफीक अता फरमाए। ബഹുമാനികളെ, അല്ലാഹു തആലയെ ഇബാദത്ത് ചെയ്യുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളെ അല്ലാഹു തആല സർവ്വ സൃഷ്ടികളിലും ഏറ്റവും ഉത്തമരായ സൃഷ്ടികളായി സൃഷ്ടിച്ച നമ്മളിലും മറ്റുള്ളവരിലും യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. അല്ലാഹു തആല ചില സൃഷ്ടികളെ അവനെ ഇബാദത്ത് ചെയ്യുക, അവനെ ഓർക്കുക, അവനെ വിളിച്ചുകൊണ്ടിരിക്കുക എന്ന ഒരൊറ്റ കാര്യത്തിന് മാത്രമായി സൃഷ്ടിച്ചിട്ടുണ്ട്. മലക്കുകൾക്കൊന്നും വേറെ ഒരു പ്രവർത്തനവുമില്ല. അവർ അല്ലാഹുവിനെ വിളിച്ചുകൊണ്ടും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറ്റ പ്രവൃത്തി മാത്രമേ ഈ മലക്കുകൾക്കുള്ളൂ. ഇങ്ങനത്തെ മലക്കുകൾ ഉണ്ടായിരിക്കെ അല്ലാഹു തആല അവരെക്കാളും ശ്രേഷ്ഠരായിക്കൊണ്ട്, എന്നല്ല അല്ലാഹു തആല ജിന്നുകളെയും പഠിച്ചിട്ടുണ്ട്. ആ ജിന്നുകളും അല്ലാഹു തആലയ്ക്ക് ഇബാദത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ അവരെക്കാളൊക്കെ കൂടുതൽ ശ്രേഷ്ഠരായിക്കൊണ്ട് മനുഷ്യരായ നമ്മളെ അല്ലാഹു തആല കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ചെയ്യുന്ന അതേ പ്രവൃത്തി ചെയ്യാൻ മാത്രമാണ് നമ്മളെയും സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. അല്ലാഹു തആല ആ സൃഷ്ടികളെക്കാളൊക്കെ കൂടുതൽ ശ്രേഷ്ഠത മനുഷ്യരായ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഏൽപ്പിച്ച ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്ന് അപ്പുറമായിക്കൊണ്ടുള്ള അല്ലാഹുവിനുള്ള ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് മഹാന്മാർ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചത് അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട്, അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ള ആ പ്രത്യേകതയോട് കൂടിയാണ് അല്ലാഹു തആല നമ്മളെ പഠിപ്പിച്ചത്. ആ പ്രത്യേകത നാം നേടാതെ, അല്ലാഹുവിനെ അറിയാൻ തയ്യാറാകാതെ, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ തയ്യാറാകാതെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രം നിർവഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിലും നമ്മളും പ്രത്യക്ഷത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. എന്നാൽ അങ്ങനെയല്ല, അവരെക്കാൾ വളരെ ശ്രേഷ്ഠ നൽകിക്കൊണ്ടാണ് അല്ലാഹു തആല മനുഷ്യരായ നമ്മളെ സൃഷ്ടിച്ചത്. अल्लाह की हर मखलूक इबादत में मसरूफ है।
हर मखलूक इबादत में मसरूफ है, चाहे वो नूरानी मखलूक हो या हम जैसी मखलूक हो, हर मखलूक अल्लाह की इबादत में मसरूफ है। एक बात आप जरा और करके देखिए, अल्लाह ताला वो नूरानी मखलूक, फरिश्तों को अल्लाह ताला अपना खलीफा नहीं बनाया, जमादात को अल्लाह खलीफा नहीं बनाया, नबातात को अल्लाह खलीफा नहीं बनाया, न जिन्नात को अल्लाह अपना खलीफा बनाया। इंसान को अल्लाह क्यों खलीफा बनाया? वो भी इबादत में है, ये भी इबादत में है। खलीफा इनको क्यों बनाया अल्लाह? मालूम ये हुआ, अल्लाह वाले जो हमको बतलाते हैं, इबादत हक के साथ बंदा शनाख्त हक भी पाले। शनाख्त के लिए, अल्लाह को जानने और पहचानने के लिए अल्लाह ताला हजरत इंसान को अल्लाह ने पैदा किया। ये अल्लाह का करम है, अल्लाह ताला हमको जानने की तौफीक अता कर रहा है। ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സൃഷ്ടികളെ ലോകത്ത് സൃഷ്ടിച്ചു. അവരൊക്കെ അല്ലാഹു തആലക്ക് ഇബാദത്ത് ചെയ്യുന്നവരാണ്. ലോകത്ത് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാത്തതായ ഒരു സൃഷ്ടിയുമില്ല. ഏതൊക്കെ സൃഷ്ടികളുണ്ടോ അത് നൂറാനിയായ സൃഷ്ടികളാകട്ടെ, അതല്ല അതിന് മാറിക്കൊണ്ടുള്ള സൃഷ്ടികളാകട്ടെ, എല്ലാവരും അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ഈ സൃഷ്ടികളിൽ ആരെയും അല്ലാഹു തആലയുടെ ഖലീഫയായിക്കൊണ്ട് നിയോഗിച്ചിട്ടില്ല. മലക്കുകൾ അല്ലാഹു തആല സൃഷ്ടിച്ചവർ ഇബാദത്ത് ചെയ്യുന്നവരാണ്, അവർ അല്ലാഹുവിന്റെ ഖലീഫയല്ല. ജമാഅത്തിന് അല്ലാഹു തആല പഠിച്ചിട്ടുണ്ട്, അവർ ഇബാദത്ത് ചെയ്യുന്നു, പക്ഷേ അവർ അല്ലാഹുവിന്റെ ഖലീഫയല്ല. ജിന്നുകൾ അല്ലാഹു തആല പഠിച്ചിട്ടുണ്ട്, അവർ അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, പക്ഷേ ജിന്നുകളും അല്ലാഹുവിന്റെ ഖലീഫയല്ല. അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അല്ലാഹു തആല ഖലീഫയായി നിയോഗിച്ചത് ആരെയാണ്? ഈ മനുഷ്യരായ നമ്മയാണ്. അപ്പോൾ പിന്നെ ഈ ഖലീഫയും മറ്റുള്ളവരിലുള്ള വ്യത്യാസം എന്താണ്? അവരും വിവാദത്ത് ചെയ്യുന്നു, ഈ മനുഷ്യരെ വിവാദത്ത് ചെയ്യുന്നു. അപ്പോൾ അവർ ചെയ്യുന്നത് പോലത്തെ വിവാദത്തല്ല മനുഷ്യനെ കൊണ്ട് അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. അവരിൽ അല്ലാഹു തആല വിവാദത്തായി കൽപ്പിച്ചതിന്റെ ഉദ്ദേശം, അതുകൊണ്ടാണ് മഹാന്മാർ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത്, അല്ലാഹുവിനെ വിവാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ സർവ്വശ്രേഷ്ഠനായ മനുഷ്യൻ അല്ലാഹുവിനെ വിവാദത്ത് ചെയ്യുമ്പോൾ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട്, അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ വിവാദത്ത് ചെയ്യുന്നവനാകണം. ഈ പ്രത്യേകത മറ്റൊരു സൃഷ്ടികൾക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അതിന്റെ പേരിലാണ് ഈ മനുഷ്യനെ അല്ലാഹു തആല ഭൂമിയിലേക്ക് ഖലീഫയായി നിയോഗിച്ചിട്ടുള്ളത്. हम अल्लाह को जानने, अल्लाह को पहचानने की हम कोशिश करें। अल्लाह कौन? वो सिर्फ मेरा माबूद नहीं, बल्कि माबूद के से पहले वो मेरा हाजत रवा है। माबूद कब बना? हद बुलूगियत के बाद वो माबूद बना। हाजत रवा कब से? मैं पैदा होने से पहले मेरे माँ के रहम में जब लुत्फा आया, उस वक्त से वो मेरा हाजत रवा है। ये हमारा ईमान होना चाहिए। अल्लाह माबूद तो कोई ताल्लुक पैदा नहीं होगा। अल्लाह मेरा हाजत रवा है। जब आपके अंदर ये ईमान आएगा, यकीन आएगा, तो ताल्लुक एक रब पैदा होगा। अल्लाह माबूद है, वही 5 टाइम उसके सामने सिजदा कर रहे हैं। फिर उसके अलावा जो वक्त है वो गैरुल्लाह में मसरूफ, दुनिया की चीज़ों में, दुनिया के मशागिल में मसरूफ। अल्लाह से कोई रब्त है न ताल्लुक। वही अगर अल्लाह हाजत रवा है, अगर ये ईमान पैदा होगा, यकीन पैदा हो जाएगा, तो बंदा एक लम्हा भी उससे गाफिल नहीं हो सकता, क्योंकि वो मेरा माबूद, मेरा रब, मेरा हाजत रवा, वो हर आन मेरे साथ रहकर मेरी हर जरूरत को पूरा कर रहा है। ബഹുമാനികളെ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് എന്നുള്ള ഈ വസ്തുത നാം ശരിക്കും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അള്ളാഹുവിന്റെ അധികാരത്തോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അള്ളാഹു ആരാണ്? അള്ളാഹു നമ്മുടെ ഹാജത്തറവയാണ്, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തി തരുന്നവനാണ് എന്നുള്ള ഈ കാര്യം അള്ളാഹു തആല നമുക്ക് മനസ്സിലാക്കി. പൊതുവെ ജനങ്ങളുടെ അടുത്തുള്ളത് എന്താണ്? അള്ളാഹു തആല മഅബൂദാണ്. അള്ളാഹു തആല മഅബൂദാണ് എന്നുള്ളത് സംശയമൊന്നുമില്ല. പക്ഷേ അള്ളാഹു തആല നമുക്ക് മഅബൂദായത് എപ്പോഴാണ്? നമ്മൾ ബാല്യമായി പ്രായപൂർത്തിയായതിനു ശേഷമാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും അള്ളാഹുവിനെ മഅബൂദായി മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്നാൽ അന്ന് മുതലല്ല അള്ളാഹു നമ്മുടെ ഹാജത്തറവയായി മാറിയിട്ടുള്ളത്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു തുള്ളിയായി വന്ന അന്ന് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റൂബിയത്തിന്റെ ഫൈലാൻ നമ്മളോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഹാജത്തറവായി നമ്മൾക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റി തന്നുകൊണ്ടിരിക്കുകയാണ്. അത് പണ്ടേ മുതൽ അവന്റെ ആവശ്യ നിർവ്വഹണം നമ്മളോടൊപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഅബൂദി എന്നുള്ളത് നമ്മളിപ്പോൾ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മാത്രം നമ്മൾ പരിചയപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ മഅബൂദാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. പക്ഷേ ആ ഇബാദത്തിലൂടെ നമുക്ക് അള്ളാഹുമായി ഒരു ബന്ധവും ഉണ്ടാക്കാൻ സാധിക്കുകയില്ല.
നേരെ മറിച്ച് നാം അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ ആദ്യത്തെയാണ് മനസ്സിലാക്കുകയാണെങ്കിലോ ആ പറയലോടുകൂടി അള്ളാഹുമായി നമുക്ക് ബന്ധമായി മാറി. മഹബൂബെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ 5 വക്ത് അള്ളാഹിന് മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്ന ആ സമയത്തേക്കുള്ള ഒരു ബന്ധമെന്നല്ലാതെ മറ്റുള്ള ഒരു സമയത്തും നമ്മൾക്ക് അള്ളാഹുമായി യാതൊരു ബന്ധവുമില്ല. നമ്മൾക്ക് വേണ്ട ആവശ്യത്തിന് നമ്മൾ സൃഷ്ടികളുടെ ഇടയിൽ പെരുമാറി അവയുമായുള്ള ബന്ധത്തിൽ അവയെ ലയിച്ചു ചേർന്നുകൊണ്ടാണ് പിന്നെ സർവ്വസമയത്തുമുള്ളത്. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് അള്ളാഹു തആല മഹബൂദാണ്, അതോടൊപ്പം അള്ളാഹു എന്റെ ഹാജത്തറമയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഒരു നിമിഷത്തേക്ക് പോലും അയാൾക്ക് അള്ളാഹുവിനോട് അശ്രദ്ധനാകാൻ കഴിയുകയില്ല. കാരണം എനിക്ക് സർവ്വസമയത്തും ആവശ്യങ്ങളുണ്ട്. എന്റെ ഈ സർവ്വ ആവശ്യങ്ങളും ഒരു നിമിഷത്തെ ഇടവേളയില്ലാതെ അള്ളാഹു തആല എനിക്ക് വീട്ടിൽ തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഈ കാര്യം അറിയുന്ന ആള് ഒരു സമയത്തേക്ക് പോലും അള്ളാഹുവിനോട് അകലാതെ സർവ്വസമയത്തും അള്ളാഹുവിന്റെ ബന്ധത്തിലും അള്ളാഹുവിന്റെ അടുപ്പത്തിലുമായി ജീവിക്കുന്ന ഒരു ചുറ്റുപാടായിരിക്കും ഉണ്ടാവുക. മനസ്സിലാവുന്നില്ല? എപ്പോ മുതൽ നമ്മൾ മഹ്താജാണ്? माँ के रहम में आने से पहले नुत्फा जब गया माँ के रहम में, सिर्फ जब से मोहताज नहीं है बुजुर्गों, उस वक्त से मोहताज है जब से वो अल्लाह के इल्म में ना आए। बुजुर्गों, अल्लाह के इल्म में आए जब से मोहताज है। अल्लाह के इल्म में ना आता जब कुछ दुनिया नहीं बनी थी, ना जमीन और आसमान, ना कुछ ना क्या, वो मख्फी था। बुजुर्गों, उस वक्त से हम मोहताज है। बुजुर्गों, जाहिर में तो उस वक्त आए जब माँ बाप मिले नुत्फे की सूरत में। बुजुर्गों, उस वक्त से मोहताज नहीं है, अज़ल से मोहताज है। जब से हम अल्लाह के इल्म में उस वक्त से मोहताज है। बुजुर्गों, हमारे अंदर ये नहीं आना, बल्कि हमेशा इरशाद फरमाते अल्लाह का फजल है, मैं किसी का मोहताज नहीं हूँ। बोलता बंदा कैसा मोहताज नहीं है? बुजुर्गों, उस वक्त से मोहताज है जब से हम अल्लाह के इल्म में। अल्लाह ताला हम सबों को सही मोहताज को जानने समझने की अल्लाह हमें तौफीक अता फरमाए। നമ്മൾ എന്നു മുതൽ ആശ്രയികളും മഹ്താജുമാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ തുള്ളിയായി വന്നു അന്ന് മുതൽ നമ്മൾ മഹ്താജാണ്. എന്നാൽ വെറും അന്ന് മുതൽ മാത്രമാണ് നമ്മൾ മഹ്താജ്. നമ്മൾ ഏത് സമയം മുതൽ അള്ളാഹുവിന്റെ ഇൽമിൽ വന്നോ ആ ഇൽമിൽ വന്ന അന്ന് മുതൽ നമ്മൾ മഹ്താജായിക്കൊണ്ടാണുള്ളത്. അല്ലാഹു തആല ഒരു മഖ്ഫിയായ മറക്കപ്പെട്ട നിധിയായിരുന്നു. ആ മറക്കപ്പെട്ട നിധിയായ നമ്മൾ അള്ളാഹുവിന്റെ ഇൽമിൽ വന്നു. ആ ഇൽമിൽ എന്ന് വന്നോ അന്ന് മുതൽ നമ്മൾ മഹ്താജാണ്, നമ്മൾ ആശ്രയികളാണ്. പ്രത്യക്ഷത്തിന് ഉമ്മയും വാപ്പയും ബന്ധപ്പെട്ടു ഉമ്മാന്റെ ഗർഭാശയത്തിൽ തുള്ളിയായി വന്നത് മുതൽ നമ്മൾ ഹാജത്ത് തുടങ്ങി ലാഹിബ് കാണപ്പെടുന്നു എന്നല്ലാതെ അന്ന് മുതലല്ല നമ്മൾ ഈ ഇഹ്തിയാജ് ആവശ്യം തുടങ്ങിയത്. നമ്മുടെ ആവശ്യം അള്ളാഹിന്റെ ഇൽമിൽ വന്ന അന്ന് മുതലേ നമ്മൾ മഹ്താജാണ്. ഇന്നും ഏത് സമയത്ത് നമ്മൾ ആ മഹ്താജ് തന്നെയാണ്. ആ മഹ്താജിന്റെ അവസ്ഥയിൽ നിന്ന് മാറാനുള്ള യാതൊരു പഴുതും നമ്മൾക്കില്ല. ചില ആളുകളൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കും, ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. ആളുകൾ പറയും അള്ളാഹുവിന്റെ പദവിയാണ്, അള്ളാഹുവിനെ എന്നെ ഒരാളെയും മഹ്താജാക്കി വെച്ചിട്ടില്ല എന്ന ആളുകൾ പറയും. എന്ത് മഹ്താജാണ്? എവിടെ ഒരാളെയും മഹ്താജായി വന്നത്? പണ്ടേ മുതലും അസൽ മുതൽ മഹ്താജാണ്, ഇപ്പോഴും മഹ്താജാണ്. ഇപ്പോഴും അഥവാ ആ ഹാജത്ത് വീട്ടിൽ തന്നുകൊണ്ടിരിക്കുന്നവർ കാര്യം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവന് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഈ നിലക്ക് അള്ളാഹുവിലേക്ക് മഹ്താജായിക്കൊണ്ടാണ് അന്ന് മുതലും ഇപ്പോഴും എന്നും നമ്മളുള്ളത് എന്ന ഈ കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കും. बेवकूफ जरा अपने जहन को लड़ा देता तो अच्छा समझ में आता उसको। क्या बोलता? अल्लाह के फजल से मैं किसी का मोहताज नहीं। अल्लाह का फजल भी पहले बोल रहा है, फिर उसके बाद मैं मोहताज नहीं हूँ बोल रहा है। अल्लाह ताला उसको समझने की तौफीक अता फरमाए। हर कोई मोहताज है, वजह इरशाद फरमाते हर कोई मोहताज है। फकीर भी मोहताज है, एक आम आदमी भी मोहताज है, बादशाह भी मोहताज है, हर कोई मोहताज है सिवाय बुजुर्गों अल्लाह किसी का मोहताज नहीं। अल्लाह किसी का मोहताज नहीं। अल्लाह के अलावा जितने सारे के सारे मोहताज अल्लाह है। अल्लाह ताला को इख्तियारी को हमको समझने की तौफीक अता फरमाए। അപ്പോൾ അള്ളാഹുവിന്റെ പദവിയാണ് എനിക്ക് ഇന്ന ഒരാളെ മഹ്താജാക്കി അള്ളാഹു വെച്ചിട്ടില്ല എന്ന് പറയണമെങ്കിൽ അബദ്ധക്കാരൻ ഒന്ന് ശരിക്കും ആലോചിച്ച് പറയുകയാണെങ്കിൽ അയാൾക്ക് കാര്യം മനസ്സിലാവുമായിരുന്നു. കാരണം തുടക്കത്തിൽ പറയണത് എന്താണ്? അള്ളാഹിന്റെ പദവി കൊണ്ടാണ് പറയണത്. ഈ അള്ളാഹിന്റെ പദവി കൊണ്ട് പറഞ്ഞിട്ട് പിന്നെ ഞാൻ മഹ്താജെന്നാന്ന് കൂടി പറഞ്ഞത് രണ്ടും കൂടി എങ്ങനെ യോജിക്കാനാണ്? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയതായ ഈ ഇഹ്തിയാജ് അഥവാ അള്ളാഹു തആല ശരിക്കും നടത്തിയില്ല എങ്കിൽ ഇവന്റെ ഒരു കാര്യവും നടക്കൂല. അള്ളാഹുവിലേക്ക് മഹ്താജായിക്കൊണ്ടാണ് എല്ലാവരും ഉള്ളത്. അതൊരു സാധാരണക്കാരനായ ആളാണെങ്കിൽ അയാളും മഹ്താജാണ്, ഒരു ഫക്കീറായ ആളാണെങ്കിൽ അയാളും മഹ്താജാണ്,
ഒന്നുമില്ലാത്തവനാണെങ്കിൽ അയാളും മഹത്താജാണ്. രാജ്യം ഭരിക്കുന്ന ഭരണാധിപനാണ്, രാജാധിരാജനാണെങ്കിൽ അയാളും മഹത്താജാണ്. മഹത്താജില്ലാത്തവരുണ്ടെങ്കിൽ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അല്ലാഹു തആല മാത്രം ഒരാളിലേക്ക് മഹത്താജില്ല. അവരില്ലാത്ത സർവ്വരും മഹത്താജ് അല്ലാഹുവിലേക്ക് മഹത്താജായിക്കൊണ്ട് ആശ്രയിയായിക്കൊണ്ട് മാത്രമാണ് എല്ലാ സമയത്തും ഉള്ളത്. जब सबके सब मोहताज है तो फिर हमारी हाजत को कौन पूरा करेगा? നമ്മളൊക്കെ മഹത്താജാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ആവശ്യത്തിന് ബുദ്ധിമുട്ട് ആരെയുള്ളൂ? सही बात है या नहीं है? ये कोई शक है हमारे को? ഈ പറഞ്ഞത് ശരിക്കും പറഞ്ഞതല്ല, പറഞ്ഞൊരു സംശയമുണ്ടോ? जबान से मोमिन की वही निशानी है, इखरार बिल लिसान व तस्दीक बिल क़ल्ब। जबान से बोल रहा है अल्लाह, दिल की उसको मानना वाकई में अल्लाह ही मेरी हाजत को पूरा करता है, तब ये समझो कि मेरे अंदर ईमान पैदा हुआ, वरना उस वक्त तक आप मोमिन नहीं। മോമിന്റെ അടയാളം തന്നെ എന്താണ്? നാവ് കൊണ്ട് പറയുക, ഹൃദയം കൊണ്ട് വാസ്തവമാക്കുക. നമ്മൾ നാവ് കൊണ്ട് പറയുന്നത് അല്ലാഹ് അവനാണ് ആവശ്യം വിളിക്കുന്നവൻ. ഈ പറയുന്നത് ഹൃദയം അതുപോലെ വാസ്തവമാക്കിയാൽ നമ്മൾ മുമ്പിലാണ്. അതെ അല്ലാഹു തന്നെയാണ് ആവശ്യം വിളിക്കുന്നവൻ എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പിലാണ്. അതെല്ലാവരും മനസ്സിൽ ഉറപ്പില്ലാത്ത കാലത്തോളം നമ്മൾ ഒരിക്കലും തന്നെ മുമ്പിനായി മാറുകയില്ല. आप जबान से बोल रहे अल्लाह मेरी हाजत को पूरा करता, फिर बोल रहा है बेवकूफ अल्लाह के ऊपर ढकला तो कुछ भी नहीं होता, दूसरे है सामने नजर आ रहे मामले हो जाती, हाजत जरूरत पूरी हो जाती। बुजुर्गों उस वक्त हम मुहासबा करना, जब आया हमारे क़ल्ब में तो वो क़ल्ब के वो हिसाब से शैतान जो वसवसा डाल रहा है उस हिसाब से हम आगे नहीं बढ़ना, अपने विचार करना, तो उसी वक्त वहीं पर रुक जाना, रुक के थोड़ा मुहासबा करना। मैं जिसको मेरे क़ल्ब में आ रहे हैं जो लोग, क्या वो एतबारात उलूहियत के रखने वाले हैं या नहीं है? अगर है तो फिर आगे बढ़ो, अगर नहीं है तो रुक जाओ, उनको अपने अंदर से निकाल कर अल्लाह से ही रुजू हो जाओ। ये कहो ऐ अल्लाह तू ही है अब मेरी हाजत को पूरा कर। നമ്മുടെ നാവുകൊണ്ട് അല്ലാഹുവിനാണ് ആവശ്യം വിളിക്കുന്നവൻ, എൻ്റെ ആവശ്യങ്ങളൊക്കെ അല്ലാഹുവിനെ വിളിച്ചതും എന്ന് പറയുമ്പോഴേക്കും ഉള്ളുന്ന് വിശ്വാസവും അബദ്ധക്കാരെ എന്ത് പൊട്ടത്തിലായി പറയുന്നത്, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ കാര്യം നടക്കും? ഇത് അതിൻ്റെ മുമ്പിൽ ആളുകളിൽ അവരോട് ചോദിക്കുക, അവരോട് പറയും എന്നാൽ എൻ്റെ കാര്യം പെട്ടെന്ന് നടക്കും. ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഈ പോരാട്ടം നമ്മുടെ ഉള്ളിൽ നടത്തുന്ന സമയത്ത് ഉടനെ തന്നെ നമ്മൾ മുഹാസബ ചെയ്യണം. നമ്മൾ ആ ഉള്ളിൽ നിന്ന് വരുന്ന ആ വിശ്വാസത്തിനനുസരിച്ച് അങ്ങനെ തന്നെ ഒഴുകിപ്പോയാൽ അതോടുകൂടി നമ്മുടെ പറഞ്ഞതൊക്കെ അവസാനിച്ചു പോയി, അതൊക്കെ വെറുതെ ആയ സംസാരം മാത്രമായി. നേരെ മറിച്ച് നാം ശിവനോട് പറയാറുണ്ട്, ആ സമയത്ത് നാം നമ്മുടെ മുഹാസബ ചെയ്യണം. ഏതൊരു രൂപത്തിന് ആവശ്യം നടത്തി തരുന്നവനായി വിശ്വാസം കൊണ്ടുവന്നിട്ടുണ്ടോ ആ വസ്തു എത്തിമാറാത്ത ഉള്ളിലുള്ളതാണ്. അത് എത്തിമാറാത്ത ഉള്ളിലുള്ളതാണെങ്കിൽ കുഴപ്പമുണ്ടായില്ല. അത് എത്തിമാറാത്ത ഉള്ളിൽ ഇല്ല എങ്കിൽ പിന്നെ ആ വസ്തു ഒരിക്കലും എൻ്റെ ആവശ്യം ബുദ്ധി തരുന്നവയല്ല എന്ന് മനസ്സിലാക്കി അത് ഹൃദയത്തെ തള്ളുകയും നീക്കുകയും ചെയ്ത് വാസ്തവത്തിൽ നാവ് കൊണ്ട് എന്ത് പറഞ്ഞു അല്ലാഹുവാണ് ആവശ്യം ബുദ്ധി തരുന്നവൻ, അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് കരുതും അത് സ്ഥാപിക്കാൻ നമ്മൾ തയ്യാറാകണം. हमारे क़ल्ब में आदत पेश आते जो भी आ रहे हैं हम आगे नहीं बढ़ना वहाँ पर, बल्कि पहले हम रुकना, मुहासबा करना। जो मेरे क़ल्ब में आ रहे हैं क्या ये मेरी हाजत को पूरा करेंगे, ये मेरी हाजत को पूरा करेंगे? कैसा? मैं खुद मोहताज हूँ, वो भी मोहताज है, वो भी मोहताज है या नहीं है? बुजुर्गों ज़ाहिरन अल्लाह ताला बहुत कुछ दिया उनको, लेकिन इरादा भी बहुत बड़ी चीज़ है। अगर अल्लाह इरादा न दे उसके दिल में, उसके अंदर इरादा न पैदा करे, अब मांग के ज़लील और रुसवा होना पड़ेगा या नहीं? जब अल्लाह से रुजू हो, अल्लाह से रुजू होके अगर हम असबाब को इस्तेमाल करेंगे अल्लाह के बदलाए हुए, अल्लाह ताला जरूर उसमें आसानियां पैदा फरमाए। നമ്മൾക്കൊരു ആവശ്യം നേരിടുന്ന സമയത്ത് ആ ആവശ്യം ഉൾക്കൊള്ളുന്നവനായി ഏത് രൂപം നമ്മളെ മുന്നിൽ വരുന്നോ അതിലേക്ക് ഉടനെ തന്നെ ഓടുകയല്ല വേണ്ടത്. മറിച്ച് നാം അവിടെ നിൽക്കണം, അവിടെ പരിശോധിക്കണം. ഈ മുമ്പിലുള്ള ഈ വസ്തുവിന്റെ സ്ഥിതി എന്താണ്? ഏതൊന്ന് എൻ്റെ ആവശ്യം കിട്ടുമെന്ന് മനസ്സിലാക്കി എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ടോ? അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? പ്രത്യക്ഷത്തിൽ ആവശ്യം കിട്ടാനുള്ള പലതും അതിൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഭാഗത്തിരിക്കട്ടെ. ഈ ആവശ്യം അയാൾ നടത്തി തരണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഉദ്ദേശം കൂടി തരണമല്ലോ. ആ ഉദ്ദേശം ആരുണ്ടാക്കിക്കൊടുക്കും? അഥവാ എന്റെ ഉടമസ്ഥനായ അല്ലാഹു എന്റെ ആവശ്യം തരാനുള്ള ഉദ്ദേശം ഈ സർവ്വതുമുള്ള ആളുകൾ അഥവാ ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ എന്റെ ആവശ്യവുമായി അയാളെ സമീപിച്ചാൽ എങ്ങനെയാവുക എന്നതല്ലാതെ ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല.
അതുകൊണ്ട് ആരാണോ സംഭവത്തിൽ ഉദ്ദേശം ഉണ്ടാക്കി കൊടുക്കുന്നവൻ, ആരാണോ ആവശ്യം നടത്തിത്തരുന്നവൻ, അവനിലേക്ക് തന്നെ നാം ശ്രദ്ധിക്കുകയും അവനോട് നമ്മുടെ കാര്യം പറയുകയും ചെയ്താൽ അതിലൂടെ വളരെ എളുപ്പമായി നമ്മുടെ കാര്യം നടക്കുകയും നമുക്കൊരാളോട് നിസ്സാരപ്പെടുകയോ നിന്ദനാവുകയോ ചെയ്യേണ്ട ആവശ്യം വരികയില്ല. जब हाजत जब पेश आती है, हाजत पूरा करने के लिए आपको जो जो असबाब को इस्तेमाल करना, अल्लाह ताला वो चीज में आपको मुख्तार बनाया है, मुख्तार बनाया है। बुजुर्गों, जब अल्लाह हमको जब मुख्तार बनाया है वो चीज में, तो पहले हम मुहासिबा करना, अल्लाह किस चीज से राजी होता है अल्लाह, और अल्लाह किस चीज से नाराज होता है। अगर अल्लाह के नाराजगी के रास्ते पर अगर हम चलेंगे, अल्लाह रोकेगा, करेगा नहीं, ले लो, लेकिन अल्लाह वो चीज से नाराज। अल्लाह ताला हम सबों को वो चीज से महफूज रखे। നമ്മൾക്കൊരു ആവശ്യം നേരിട്ടാൽ ആ ആവശ്യം ഉൾക്കാൻ ഏതൊന്നാണോ നമ്മൾ സ്വീകരിക്കേണ്ടതെങ്കിൽ ആ സ്വീകരിക്കുന്ന രംഗത്ത് അള്ളാഹു തന്നെ നമ്മളെ മുക്താറാക്കി സ്വയാധികാരത്തോടും നമ്മൾ നിലനിർത്തിയിട്ടുണ്ട്. നമ്മൾക്ക് വേണമെങ്കിൽ എവിടേക്കും വേണമെങ്കിൽ തിരിയാം. പക്ഷേ നമ്മൾ ഈ ഏതിലേക്ക് തിരിയുന്നോ ആ തിരിയുന്ന ആ വസ്തു അത് അള്ളാഹുക്കാരെ തൃപ്തിപ്പെടുന്ന ഒന്നാണോ അതല്ല അള്ളാഹുക്കാരെ തൃപ്തിപ്പെടാത്ത ഒന്നാണോ, ഇത് നാം പരിശോധിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങേണ്ടത്. അഥവാ അള്ളാഹുക്കാരെ തൃപ്തിപ്പെടാത്ത ഒന്നാണെങ്കിൽ നമ്മളതിലേക്ക് തിരിച്ചാൽ അള്ളാഹുക്കാരെ മുടക്കൊന്നും ചെയ്യില്ല, തടുക്കൊന്നും ചെയ്യില്ല. പക്ഷേ അള്ളാഹുക്കാരന്റെ വെറുപ്പ് നമ്മൾ സമ്പാദിച്ചവരാണ്. നമ്മൾ ഈ ആവശ്യം വന്ന സമയത്ത് അള്ളാഹുവിന്റെ വെറുപ്പ് സമ്പാദിക്കാൻ എന്താ ശ്രമിക്കേണ്ടത്? അള്ളാഹുക്കാരന്റെ തൃപ്തിയും സന്തോഷം കരസ്ഥമാക്കാൻ നമ്മൾ തയ്യാറാവുകയാണ് വേണ്ടത്. अल्लाह ताला आलम शहादा में हमको क्यों भेजा? खलक़ल मौता वल हयाता लियबलुवकुम अय्युकुम अहसनु अमला। मौत और हयात को अल्लाह क्यों पैदा किया? ताकि बंदे को आजमाऊं कि मेरा बंदा ये आलम शहादा में जाकर, आलम असबाब में जाकर वो मेरी मर्जी के हिसाब से अपनी जिंदगी को बसर करेगा या खुद की हिसाब से, नफ्स और शैतान के हिसाब से वो अपनी जिंदगी को बसर करेगा। यह आजमाने के लिए अल्लाह हमको इस दुनिया में भेजा है, यह आलम असबाब में अल्लाह हमको रखा है। वरना अगर आजमाइश की अगर अल्लाह को जरूरत न होती, जैसा जन्नत में दे रहा हुआ वैसा ही अल्लाह ताला आलम शहादा में भी हमको देना। അള്ളാഹുക്കാരെ നമ്മളെ ഈ ദുനിയാവിലേക്ക് അയച്ചു, ഈ ആലമിന്റെ അസ്ബാബിലേക്ക്. ഇത് അയച്ചത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണത്തിനാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. മലപ്പൽ മൗത്തവൽ ഹയാത്തിൽ എബുലുവക്കും അയ്യൂക്കും അക്ഷരമാണ്. അള്ളാഹുക്കാരെ ഈ ജീവൻ മരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദുനിയാവിലേക്ക് നമ്മളെ പഠിച്ചു കൊടുക്കുന്നത് ആരാണ് നല്ല പ്രവർത്തനം ചെയ്യുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾക്ക് ഈ ആവശ്യങ്ങൾ മറ്റൊക്കെ നേരിടുന്ന സമയത്ത് നമ്മൾ അതിലൂടെ അള്ളാഹു ഇഷ്ടപ്പെട്ട കാര്യത്തെയാണോ സ്വീകരിക്കുന്നത്, അതല്ല അള്ളാഹുവിനെ വെറുക്കുന്നതിനെയാണോ നമ്മൾ സ്വീകരിക്കുന്നത്? ഏതിനെയാണ് നമ്മുടെ ആവശ്യങ്ങൾ നേരിടുന്ന സമയത്ത് നമ്മൾ സ്വീകരിക്കുന്ന നിലപാട് ഏതാണ്? ഇത് പരിശോധിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് നമ്മളെ അയച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു തീരുമാനം അള്ളാഹുക്കാർക്ക് ഇല്ല, അങ്ങനെ പരിശോധന അള്ളാഹുക്കാർ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ എപ്രകാരം സ്വർഗത്തിലായിരുന്ന സമയത്ത് ഒരു തടസ്സം കൂടാതെ വേണ്ടതൊക്കെ നൽകിയിരുന്നു, അതുപോലെ ഇവിടെയും അള്ളാഹുക്കാരെ നൽകായിരുന്നു. പക്ഷെ അങ്ങനത്തെ സംവിധാനം എന്താ അള്ളാഹുക്കാർ ഇവിടെ നമുക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്? जैसा जन्नत में अल्लाह देता है, जो मोहम्मद रसूलुल्लाह ने हमारे को बताया, वैसा हम दे सकता नहीं दे सकता है। यहाँ पे അള്ളാഹുക്കാരെ സ്വർഗത്തിൽ എപ്രകാരം നമ്മൾക്ക് നൽകുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദാനത്തിന്റെ രൂപം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടോ? അള്ളാഹുക്കാരെ ഉദ്ദേശിച്ച അതുപോലെ ഇവിടെ നമുക്ക് നൽകാൻ പറ്റുമില്ലേ? एक ही बताया हज़रत मरियम अलैहिस्सलाम को, മറിയം അലൈഹിസ്സലാമിനെ കൊടുക്കും അള്ളാഹുക്കാരെ കാണിച്ചിട്ടുണ്ട്. बताया नहीं बताया? കാണിച്ചിട്ടില്ലേ? जब देकर अल्लाह दे सकता है, जब यकीन है तो क्यों नहीं दे रहा है अल्लाह? അള്ളാഹുക്കാരെ ചെയ്യാൻ പറ്റുമെന്നിരിക്കെ അള്ളാഹുക്കാരെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ताकि बंदे को आजमाऊं, ये मेरा बंदा ये आलम असबाब में रह के असबाब का दीवाना होता है या असबाब में रह के मेरा दीवाना होता है। അള്ളാഹുക്കാരെ നോക്കാൻ ഉദ്ദേശിക്കുകയാണ് ഈ അടിമ ഈ അസ്ബാബിന്റെ ലോകത്ത് നിലനിൽക്കുമ്പോൾ ഇവൻ അസ്ബാബിന്റെ ഭ്രാന്തനായി മാറുകയാണോ അതല്ല അസ്ബാബിന്റെ ഇടയിൽ നിൽക്കെ എന്റെ ഭ്രാന്തനായി നിലകൊള്ളുകയാണോ? इसको जब हाजत पेश आती है, हमारे सामने दो रास्ते हैं। आसार के हिसाब से बंदा कौन? ആസാന്റെ അടിസ്ഥാന അടിമ ആരാണ്? मोहताज है। एक रास्ता मोहताज का है आसार के हिसाब से, एक तरफ मोहताज है, दूसरी तरफ कौन? ഒരു ഭാഗത്ത് ഇവർക്ക് മുഹത്താജ് ഇവരുടെ ആവശ്യം വരുന്ന സമയത്ത് ഒരു ഭാഗത്ത് മുഹത്താജ് ഇവരുടെ മുമ്പിൽ കാര്യം കിട്ടാനുണ്ട്, മറുഭാഗത്താരാണ്? आसार के हिसाब से एक तरफ मोहताज है तो दूसरी तरफ कौन है? ആസാന്റെ അടിസ്ഥാനത്തിൽ ഒരു ഭാഗത്ത് മുഹത്താജിനാണ് ഇവിടെ കാണുന്നത്, മറുഭാഗത്ത് നമ്മുടെ മുമ്പിലുള്ളത് ആരാണ്? അല്ലേ?
हाजिर रवा है या नहीं? അതുപോലെ किसको इस्तेमाल करना है अल्लाह ताला ये भी बोल दिया है। ഇതിന്മേൽ നമ്മൾ ആരെ ഉപയോഗിക്കണം എന്നുള്ളതും അള്ളാഹു നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. लेकिन अल्लाह ताला इस्तेमाल करने के लिए अल्लाह ताला आपको उसमें मुख्तार बनाया है कसब में। പക്ഷേ കസ്ബ് ചെയ്യുന്ന രംഗത്ത് നമ്മൾ അള്ളാഹു അവരെ മുഖ്താറാക്കി വെച്ചിട്ടുണ്ട്. कसब के हिसाब से बंदा मुख्तार, अब उसकी मर्जी है। मैं तो बतला दिया कि नमक की टंकरी की जरूरत है तो मुझसे मांगो, जूती का तस्मा भी टूट गया है तो मुझसे मांगो। उसके बावजूद भी बंदा अगर नहीं मांगता है तो वो उसका क्या, उसकी बात है। अल्लाह ताला हम सबों को सही हिदायत अता फरमाए। ഇങ്ങനെ ആവശ്യം നേടുന്ന സമയത്ത് ഇവിടെ ആരെ സമീപിക്കണം എന്നുള്ളതും അള്ളാഹു നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതിനുശേഷം ആ സമീപിക്കേണ്ട രീതിയിൽ നമ്മൾ സ്വലാത്തിലാണെന്ന് അറിയില്ല. നമ്മുടെ കസ്ബിൽ നമ്മൾ മുക്താറായിക്കൊണ്ടാണ് നമ്മളുള്ളത്. ഇവിടെ അള്ളാഹുവിന്റെ കാര്യം നമ്മൾ ശരിക്കും അങ്ങ് മനസ്സിലാക്കി തന്നത് ഉപ്പുകാരിന്റെ ആവശ്യമാണെങ്കിലും നമ്മൾ അള്ളാഹുവിനോട് പറയണം. നിങ്ങൾ ചെരുപ്പിന്റെ വാൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞ് സ്വീകരിച്ചോളും. ഇങ്ങനെ നമ്മൾക്ക് നിർദ്ദേശം നൽകി അതിനുശേഷം അടിമ അള്ളാഹുവിനെയും റസൂലിനെയും ഈ കൽപ്പന പാലിച്ചുകൊണ്ട് അതുപോലെ നിർവഹിക്കുന്നു. അതല്ല അത് മാറിക്കൊണ്ട് സ്വന്തം നെഫ്സിന്റെയും ശൈത്താന്റെയും ഇച്ഛക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു പോകുന്നു. ഇത് തെരഞ്ഞെടുക്കാനുള്ള അധികാരം ഈ സൃഷ്ടിക്കാനുള്ളത്. അങ്ങനെ ഈ നെഫ്സും ശൈത്താനും പറയുന്ന ഇച്ഛക്കനുസരിച്ച് പോകുന്നതിനോട്ട് അള്ളാഹുവിനെയും जूती का तस्मा अंकुश की हाजत है या आफाफ की हाजत है? ഈ ഉപ്പും കല്ലിന്റെ ആവശ്യം അതിന് ചെരുപ്പിന്റെ വാദം എന്നൊക്കെ പറഞ്ഞത് അൻകുശിയായ ആവശ്യമാണോ അപാക്കിയായ ആവശ്യമാണ്? अंकुश की हाजत के वास्ते दो रास्ते कुछ भी नहीं, एक ही रास्ता है। അൻകുശിന്റെ ആവശ്യം എന്നത് രണ്ട് വഴിയില്ല, ഒറ്റ വഴിയേ ഉള്ളൂ. आप चलो हमको चलो देना है देते रहता हो। എന്നോട് ധരിക്കട്ടെ ധരിക്കാതിരിക്കട്ടെ അവൻ നൽകുന്ന അവൻ നൽകാൻ കഴിയും. आफाफ के लिए अल्लाह ताला ये दो रास्तों को भी हमारे सामने रखा है। आसार के हिसाब से एक तरफ मोहताज है, दूसरी तरफ हाजत रवा। इस्तेमाल आपके हाथ में है। अगर आप मोहताज से लेना चाहते हैं वे आप ले सकते हैं, लेकिन क्या है नाराजगी हाथ लगेगी अल्लाह की। ആസാറിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് വഴിയുണ്ട്. ഒരു ഭാഗത്ത് മഹ്താജുണ്ട്, ഒരു ഭാഗത്ത് മഹ്താജിലേക്കുണ്ട്. നിങ്ങൾക്ക് ആരിലേക്ക് വേണമെങ്കിലും തിരിയാം. പക്ഷേ ഒന്നിലേക്ക് പോയാൽ അള്ളാഹുവിന്റെ സംതൃപ്തിയാണ് കിട്ടുക, മറുഭാഗത്തേക്ക് പോയാൽ അള്ളാഹുവിന്റെ ഉറപ്പായിരിക്കും സമ്പാദിക്കും. अब आप अगर मुहासबा करके देखो, जो मोहताज है, जो पहले से मोहताज है, तो उससे हाजत को पूरा करो या हाजत रवा से अपनी हाजत को पूरा करो। നമ്മൾ തീരുമാനിച്ചേക്കാം നേരത്തെ മഹ്താജായി നിലകൊള്ളുന്ന ഒരുത്തിൽ നിന്നാണോ ഞാൻ എന്റെ ആവശ്യം നടത്തേണ്ടത്, അതല്ല ഒരു ആവശ്യമില്ലാത്ത നിരാശ്രയായിക്കൊണ്ട് ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്ന അവരിൽ നിന്നാണോ ഞാൻ കാര്യം നടത്തേണ്ടത്? जो मोहताज है उन्हें कैसा, उन्हें खुद मोहताज है किसी और का, उन्हें खुद हाजतों में डूबा हुआ है। और जो हाजत रवा है वो कैसा है, वो हर हाजत से बेनियाज होके बुजुर्गों उसको कोई हाजत नहीं, बुजुर्गों हर हाजत से बेनियाज होके हमारी हाजतों को पूरा करने में वो लगा हुआ है। മഹ്താജിന്റെ സ്ഥിതി എന്താണ്? അതെന്നെ അടിമൂടി മറ്റൊരാളിലേക്ക് മഹ്താജായി ആശ്രയായിക്കൊണ്ടാണുള്ളത്. എന്നാൽ മറുഭാഗത്ത് ഹാജത്രയാണെങ്കിലോ അവൻ ഒരാളിലേക്കും ആശ്രയല്ല. ഒരു ആവശ്യവും ഇല്ലാതെ സർവ്വസമയത്തും തന്റെ അടിമത്തുള്ള ആവശ്യങ്ങൾ ഒരുക്കിക്കൊടുക്കുന്നത് മാത്രം വ്യാപകനായി നിലകൊള്ളുന്നത് നാട്ടാണ്. അപ്പൊ നമ്മൾ ആരെയാണ് ഇവിടെ തെരഞ്ഞെടുക്കേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. अफ़आल के हिसाब से आप क्या है? ആരാണ്? मजबूर। മജബൂർ. अल्लाह कौन? അല്ലാഹു ആരാണ്? बोलिए। അതെ, ये हम उस्तादों के साथ बैठ के हम सीखना समझना खाली सुन के जाने का आगे बढ़ने की चीज़ नहीं है, बल्कि इसको अच्छा याद करो, सीखो। नहीं सीख सक रहे तो लिख के याद करो। इंशाअल्लाह अल्लाह ताला ये पीरों के इस्तिलाहात के हिसाब से अल्लाह पीरों के पैगाम से भी हमको मालूम करेगा। അപ്പോൾ അല്ലാഹു തആല അഫ്ആലിന്റെ അടിസ്ഥാനത്തിൽ എന്താ അല്ലാഹുവിന്റെ എതിർവാറുണ്ട് നമ്മൾ ആര് എന്നുള്ള ഈ വസ്തുത ശരിക്ക് ഉസ്താദന്മാരോടൊക്കെ അടുത്തിരുന്നുകൊണ്ട് കാര്യം ശരിക്കും ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കണം. ഈ ഇസ്തിലാഹുകളിലേക്ക് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. അഥവാ തീർത്ത് പഠിക്കുന്നില്ലാണെങ്കിൽ എഴുതി തരുകയും ശരി ഈ കാര്യങ്ങൾ ശരിക്കും എങ്ങനെയാണോ അങ്ങനെ തന്നെ എഴുതി പഠിച്ച് ഇസ്തിലാഹുകൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പോഴേ ഭാഷായന്മാരുടെ പരിപാടി കൊണ്ട് അനുഗ്രഹിക്കാതെ നമുക്ക് കഴിയും. अफ़आल के हिसाब से बंदा कौन? मजबूर। अफ़आल के अടിസ്ഥാനത്തിൽ അടിമ ആരാണ്? മജ്ബൂറാണ്. अल्लाह कौन? मुख्तार। अल्लाह आरान मुख्तार। आपके सामने भी दो रास्ते अफ़आल के हिसाब से भी, एक तरफ मजबूर है, एक तरफ मुख्तार है। किसको लेना है किसको नहीं लेना है वो आपके हाथ में है।
ഈ അപാരന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുമ്പിൽ രണ്ടു വഴി കാണുന്നുണ്ട്. ഒരു ഭാഗത്ത് മജ്ബൂറാണുള്ളത്, ഒരു ഭാഗത്ത് മുഖ്താറാണുള്ളത്. ഇതിൽ നിന്ന് ആരെയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്? हाजत पेश आई 2 नंबर से फारिग होना, നിങ്ങൾക്കൊരു ആവശ്യം നേരിട്ടു, നിങ്ങൾക്ക് ബാത്റൂമിൽ പോകേണ്ട ആവശ്യമില്ല. जरा सा पैरों में दम नहीं है, पैर लड़खड़ा रहे हैं, നിങ്ങൾക്ക് കാല് ശരിക്കും നടക്കാൻ പറ്റിയ കാല് വറക്കാണ്, या चक्कर आ रही, അല്ലെങ്കിൽ തലയിട്ടാണ്, बैलेंसिंग का कुछ प्रॉब्लम हो गया, ബാലൻസിന്റെ പ്രശ്നം എന്തെങ്കിലും. एक तरफ ये लंगड़ा है जिसको खुद को चलने नहीं आता, एक तरफ बूढ़े हैं और एक तरफ पहलवान है, किसको आप सेलेक्ट करेंगे? അപ്പോൾ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നമ്മളെ കൈകുട്ടിക്കാതെ കൊണ്ടുപോകാൻ പറ്റിയ ഒരാള് കാലുകൊണ്ട് പോയെങ്കിൽ സ്വന്തം നടക്കാൻ പറ്റാത്ത ഒരാളുണ്ട്, മറുഭാഗത്ത് നല്ല ശക്തിയുള്ള ആരോഗ്യ ഒരു പയറുവാനുണ്ട്. ഇത് ആരെ കൈകുട്ടിക്കാൻ നമ്മൾ പോകാൻ നോക്കുക? बोलो बॉडी बिल्डर को कबूल करते या लंगड़े को कबूल करते? ഒരു ബോഡി ബിൽഡറായിട്ട് നമ്മൾ സ്വീകരിക്കുക, അതല്ലെങ്കിൽ കാല് വഴഞ്ഞ ആളായിട്ട് സ്വീകരിക്കുക. अरे ये कहाँ, इसका खुद का पेट संभाल लिया तो बस है, मेरा कहाँ संभालता उन्हें? ये हमारा ईमान। ആ സമയത്ത് നമ്മുടെ ഈമാൻ എന്താണ്? ഇവരുടെ സ്വന്തത്തിന്റെ വെയിറ്റെങ്കിലും ഏറ്റിയാൽ മതിയായിരുന്നു, എന്റെ വെയിറ്റ് ഒന്നും ഏറ്റെടുത്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. हाँ वही हिसाब से आप ये मामले में भी सोचो, आप जिससे हाजत तलब कर रहे हैं ना, वो खुद ऐसा है, कहाँ हमारी हाजत पूरा कर सकता है? एक तरफ सारे कमालात का रखने वाला है, वो खुद मुख्तार है, उसको किसी की हुकूमत देने की जरूरत नहीं, वो चाहे तो हर किसी को हुकूमत दे सकता है, वो चाहे तो हर किसी को मजबूर कर सकता है। बुजुर्गों, उसके हाथ में सारी की सारी अन्नल कुव्वत लिल्लाहि दुनिया का मालिक एक तरफ है और मजबूर एक तरफ है। हाजत किससे तलब करूं? अल्लाह आपको इसको मुख्तार बनाया है। ഇപ്പൊ എന്റെ ആവശ്യം ഞാനിപ്പോ ഇവിടുന്ന് ആരിൽ നിന്നാണ് വിളിക്കേണ്ടത്? ഒരു ഭാഗത്ത് സർവശക്തനായിക്കൊണ്ട് എന്തുദ്ദേശിച്ചോ അതൊക്കെ ചെയ്യാൻ ശക്തിയുള്ളവൻ, ആർക്ക് വേണോ ശക്തി പകർന്നു കൊടുക്കുന്നവൻ, ആർക്കും ശക്തി ഊരണോ അത് ശക്തി ഊരാൻ പറ്റിയ പൂർണ്ണ മുഖ്താറായ സ്വയാധികാരമുള്ള അന്നൽക്കുവത്തെ ഇല്ലാതെ ജനിയ സർവശക്തിയുടെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ ആ ഉടമസ്ഥനായ റബ്ബാണ് ഒരു ഭാഗത്ത് നിങ്ങൾക്ക് നേരിട്ട ആവശ്യം നിറവേറ്റാനുള്ളത്, മറുഭാഗത്ത് മജബൂറായിക്കൊണ്ട് ഒരു ശക്തിയുമില്ലാത്തതായ മറ്റൊരുത്തനുമാണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് തീരുമാനിക്കാം ആരെയാണ് എന്റെ ആവശ്യത്തിന് ഞാൻ സമീപിക്കേണ്ടത്. हाजत पेश आएगी तो आसार के हिसाब से किसको कबूल करेंगे आप? ആവശ്യം വന്നപ്പോൾ ആസാറിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആരെ സ്വീകരിക്കാം? बोलिए जोर से। हाजत रवा आसार के हिसाब से, ആസാറിന്റെ അടിസ്ഥാനത്തിൽ ഹാരിതവൻ, अफआल के हिसाब से किसको कबूल करेंगे? मजबूर को कबूल करेंगे या मुख्तार को? അഫാലിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിപൂർണ്ണ സ്വീകരിക്കുമോ മുഖ്താറിനെ? नए लोग यहाँ पर परेशान होने लगे, 2-2-3 दिन में क्या हाजत रवा? वैसा नहीं है, ये एतबारात है उसके, उसको समझाया जा रहा है। അപ്പൊ പുതിയ ആളുകളാരും ബേജാറായി പോകണ്ട. എന്താ ആവശ്യം നടത്താൻ എൻ്റെ ഒരു രണ്ടെണ്ണുണ്ടോ, ഒരു മുഖ്താറും ഒരു മജബൂറും, അങ്ങനെ രണ്ടാൾക്കാരുണ്ടോ എന്ന് കരുതണ്ട. അതിന്റെ ഇസ്ലാഹാണെന്നാണ് പറഞ്ഞ് മനസ്സിലാക്കിയത്. सिफात के हिसाब से जब बंदे को हाजत पेश आएगी आपा की, सिफात के हिसाब से बंदा किसको कबूल करना? सिफात के हिसाब से आप कौन? സിഫാത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു ആവശ്യം നേരിട്ടാൽ നിങ്ങൾ ആരെ സ്വീകരിക്കണം, ആരെ സ്വീകരിക്കണം? ഇപ്പൊ സിഫാത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ്? नाकिस, नाकिस നാഫിസ്. यकीन है हमारे को, നമുക്ക് ഉറപ്പുണ്ട് സംസാരിക്കുന്നത്. नाकिस बोल के यकीन है हमारे को। ഈ നാഫിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പുണ്ടോ? हमें कहाँ से दिखो नाकिस? हर चीज में अल्लाह के फजल से दे आए हैं। എവിടെ പേരിന്റെ രക്തം ഒന്നും ന്യൂനത കാണുന്നത്? എല്ലാ നിലത്തും നോക്കിയാൽ ഞാൻ അഴിവില്ലാത്തവനാണ് കാണുന്നത്. जो भी दिख रहा है ये सब एक सूरत है, को हकीकत में लाना है तो परवरदिगार का करम होना जरूरी है। ഈ കാണുന്നൊക്കെ പ്രത്യക്ഷത്തിലുള്ള ഒരു രൂപം മാത്രമാണ്. ഇത് യാഥാർത്ഥ്യത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അള്ളാഹു തന്നെ അനുഗ്രഹം ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ കാണപ്പെടുള്ളൂ. बुजुर्गों, हम न देख सकते, न सुन सकते, न बोल सकते, न कुछ कर सकते। बुजुर्गों, पलक भी मारना है तो परवरदिगार की कुदरत की जरूरत है। നമ്മൾക്ക് കാണാനോ കേൾക്കാനോ പറയാനോ ഒന്നിനും കഴിയില്ല. ഈ കണ്ണൊന്നിനെ വെട്ടി മിരിയാനെന്നുണ്ടെങ്കിൽ പോലും അള്ളാഹുവിന്റെ കുവ്വത്ത് അവൻ പകർന്നു തന്നെയേ നടക്കുള്ളൂ. अल्लाह ताला हमको समझने की तौफीक अता फरमाए। അള്ളാഹുവിനെ മനസ്സിലാക്കാൻ തോന്നിയില്ലേ? सिफात के हिसाब से एक तरफ मजबूर है, एक तरफ नाफिस है, दूसरी तरफ कामिल है। സിഫാത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഭാഗത്ത് നാഫിസാണുള്ളത്, മറുഭാഗത്ത് കാമിലാണുള്ളത്. आप किसको कबूल करेंगे? ആരെയും സ്വീകരിക്കുക? कामिल सहाफी को, कामिल निजामी को नहीं, बल्कि हकीकी जो कामिल है उसको कबूल करना जरूरी है हमारे।
കാമിൽ കാമിൽ സഖാഫിനെ കാമിൽ ഇസ്ലാമിയല്ല ഹഖീഖിയായ കാമിലാരോ അവനെ സ്വീകരിക്കുന്നതായി പറയുന്നത്. वो हकीकी कामिल कौन? अल्लाह। ആ ഹഖീഖിയായ കാമിൽ ആരാണ്? അല്ലാഹുവാണ്. ये सिफात के हिसाब से, അതാണ് സിഫാത്തിന്റെ അടിസ്ഥാനം. जात के हिसाब से तब भी दो रास्ते हमारे सामने। റാത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ അവിടെയും രണ്ടു വഴി നമ്മുടെ മുന്നിലുണ്ട്. जात के हिसाब से आप कौन? റാത്തിന്റെ അടിസ്ഥാനത്തിൽ ആരാണ്? माधुम मतलब क्या है? മാധുവാണ് എന്താണ്? माधुम मतलब किसको बोल रहे हैं? മാധുവും ആരെ പറ്റി പറയുന്നത്? कुछ नहीं, ഒന്നുമില്ല, कुछ नहीं, ഒന്നുമില്ല. और एक तरफ सब कुछ है, ഒരു ഭാഗത്ത് എല്ലാം ഉണ്ട്, मौजूद है। മൗജൂദ്. इसको लेंगे जिसके पास कुछ भी नहीं है उधर से लेंगे, या जिधर के पास जिधर सब कुछ है उधर से लेंगे हम। ഒരു ഭാഗത്ത് ഒന്നുമില്ലാത്തവൻ അവരിൽ നിന്നാണോ സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ ഭാഗത്ത് എല്ലാം ഉള്ളവരുണ്ട് അവരിൽ നിന്നാണോ സ്വീകരിക്കേണ്ടത്? बोलिए, അറിയോ? लेकिन हो रहा क्या? പക്ഷെ നടക്കുന്നത് എന്താ? हो रहा क्या? നടക്കുന്നത് എന്താണ്? अल्लाह से तौबा करना, जो आज तक हो गया अल्लाह हम सबों को माफ करे। തൗബ ചെയ്യണം. ഇതുവരെ എന്തൊക്കെ നടന്നോ അല്ലാഹു തആല നമുക്ക് കൊടുത്തത്. बुजुर्गों, दो रास्ते हमारे सामने, एक शिर्क का रास्ता और एक तौहीद का रास्ता है। നമ്മുടെ മുമ്പിൽ രണ്ട് വഴികളാണ്. ഒന്ന് ശിർക്കിന്റെ വഴിയാണ്, മറ്റൊന്ന് തൗഹീദിന്റെ വഴിയാണ്. आपको दोनों में भी अल्लाह ताला मुख्तार बनाया है। चलना आपका काम है, चलो किधर चलते चलो, क्योंकि मैं आजमा रहा हूँ। अगर मैं नहीं आजमाता तो शिर्क का रास्ते का सवाल ही पैदा नहीं उठता, हमारी तौहीदी तो तौहीद रहती। अल्लाह ताला हमको समझने की तौफीक अता फरमाए। നമ്മൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. രണ്ടും വ്യക്തമായി പറഞ്ഞതിന് ഏത് വേണമെങ്കിലും നമുക്ക് ജനിക്കാം. വേണമെങ്കിൽ ശിർക്കിന്റെ വഴിയിലൂടെ ജനിക്കാം, അല്ലെങ്കിൽ തൗഹീദിന്റെ വഴിയിലൂടെ ജനിക്കാം. അവിടെ അല്ലാഹു തആല ഒരു നിർബന്ധം നമ്മളെ നേരെ ചെലുത്തുകയില്ല. അവിടെ പൂർണ്ണ ഇഖ്തിയാർ നമ്മൾക്ക് അധികാരം നൽകിക്കൊണ്ടാണ് നമ്മൾ വിട്ടിട്ടുള്ളത്. കാരണം അല്ലാഹു തആലക്ക് പരീക്ഷിക്കാനുള്ളതാണ്. അങ്ങനെ പരീക്ഷിക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് രണ്ടു വഴി ഉണ്ടാക്കില്ലായിരുന്നു. അല്ലാഹു തആല എല്ലാവരും തൗഹീദിന്റെ വഴിയിലൂടെ ജയിപ്പിക്കും. बुजुर्गों, तौहीद का ही रास्ता अगर रहता, शिर्क और कुफ्र का रास्ता न रहता, मुर्तद का अगर रास्ता न रहता, बुजुर्गों के शैतान को अल्लाह ताला भटकाता नहीं था और ना उन्हें अल्लाह को बोल सकता था मैं सबको भटकाऊंगा। तौहीद का रास्ता अगर भटका भी लिया तो क्या होना है? भटका भी दिया तो क्या होना? अल्लाह क्या इजाज़त करना, तू सबको भटका सकता, सिवाय मेरे मुखलिस बंदों को तो नहीं भटका सकता। क्यों अल्लाह ताला इरशाद फरमा रहा है? मालूम है मेरे मुखलिस जो बंदे रहते औलिया, अल्लाह के महबूब बंदे, मेरे दोस्त, उनका क्या कमाल रहता है? रास्ते तो दो रहते हैं, लेकिन वही रास्ते पर वही चलते जो तौहीद पर नामजद, जो मैं वो जो रास्ते को पसंद करता हूँ वो रास्ते पर चलते हैं। अल्लाह ताला हम सबों को मुखलिसीन बनने की तौफीक अता फरमाए। അഥവാ ഇങ്ങനെ രണ്ടു വഴികൾ ഇല്ല എങ്കിൽ, ഒരു ശിർക്കിന്റെ വഴി, ഒരു കുഫറിന്റെ വഴി, ഒരു ഇസ്ലാമിന്റെ വഴി, ഇങ്ങനത്തെ പിഴച്ച വഴിയും അതുപോലെ ഒരു തൗഹീദിന്റെ വഴിയും ഇങ്ങനെ വേറിട്ടിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ ഒരിക്കലും ശൈത്താൻ അള്ളാഹിനോട് പറയുക, അള്ളാഹു തആല മറുപടി പറയുന്ന ചെയ്യുന്ന പ്രശ്നം തന്നെ ഒഴിക്കുകയായിരുന്നു. ഞാൻ എന്റെ സർവ്വ അടിമകളെയും പഴപ്പിക്കും എന്ന് പറയാനുള്ള ഒരു വകുപ്പും പിന്നെ അവിടെ ഇല്ലല്ലോ. കാരണം ഒരു തൗഹീദിന്റെ വഴിയല്ലേ ഉള്ളൂ. ഇപ്പോ പഴപ്പിക്കാതെ എന്താ സംഭവിക്കാതെ എല്ലാവർക്കും ഒഴിവ് തന്നെ പോവുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, അവൻ ഇങ്ങോട്ട് അവസരം നൽകി കൊടുത്തിട്ടില്ലേ? ഞാൻ പഴപ്പിക്കുന്നു പറഞ്ഞു. അപ്പോഴും അള്ളാഹു തആല പറയുന്നത് ഞങ്ങൾക്ക് ആരും പഴപ്പിക്കാൻ പറ്റൂല എന്നൊന്നല്ല പറയുന്നത്. അള്ളാഹു തആല പറയുന്നത് എന്റെ മുഖലിസീങ്ങളായ അടിമകൾക്ക് അവരെ ഒരിക്കലും നിങ്ങൾക്ക് പഴപ്പിക്കാൻ പറ്റില്ല, ബാക്കിയുള്ളവരൊക്കെ നീ എന്താ ചെയ്തോ. അപ്പൊ ഈ നിലയ്ക്ക് ശിർക്കിന്റെയും കുഫറിന്റെയും ഇസ്ലാമിന്റെ ഒക്കെ പിഴച്ചതായ ഒരു വഴിയുമുണ്ട്, തൗഹീദിന്റെ ഒരു വഴിയുമുണ്ട്. അതിലേക്കൊക്കെ നയിക്കാനുള്ള ഒരുത്തമുണ്ട്. അതിനൊന്നും പോകാതെ ഉറച്ചു നിൽക്കുന്ന കുറച്ച് ആളുകളുമുണ്ട്. ഈ ഉറച്ചു നിൽക്കുന്ന ആളുകളുടെ സ്വഭാവത്തിനെ കുറിച്ച് അള്ളാഹു തആലക്ക് അറിയാം. ഇവൻ എങ്ങനെയൊക്കെ പഴപ്പിച്ചാലും ശരി, ഇവർ ഏത് വഴിയിലൂടെ മാത്രമേ പോകുള്ളൂ. ഞാൻ ഏതാണോ ഇഷ്ടപ്പെടുന്നത്, ഞാൻ ഏതാണോ തീരുമാനിച്ചെങ്കിൽ ആ വഴി മാത്രമേ ഇവർ ഇഷ്ടപ്പെടുള്ളൂ, അതിലേക്കല്ലാതെ ഇവർ പോകൂല എന്നുള്ള അള്ളാഹുവിന്റെ ഉറപ്പുള്ളതുകൊണ്ടാണ് അള്ളാഹു എന്ന് പറഞ്ഞത്. എന്റെ മുഖലിസീങ്ങളായ, എന്റെ അഹൂബീങ്ങളായ ആളുകളുമായി ഒത്തു നിൽക്കുന്ന ആളുകൾ അവർ ഒരിക്കലും എനിക്ക് പ്രയത്നിക്കാൻ പറ്റുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ആ മുഖലിസീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്താൻ. शेख इरशाद फरमाते, मियां नींद में से उठते सबसे पहले शैतान हमें भटकाता। हर दिन एक बार भटकाया नहीं, हर दिन भटकाता हूँ। हमारे अकीदे को खराब करने की कोशिश करता है, हमारे को वो रास्ते पर ले जाने की कोशिश करता है जिससे अल्लाह नाराज होता है। लेकिन मुखलिस बंदा क्या होता है? उसके भटकावे में नहीं आकर उसी रास्ते पर चलता है जो रास्ता अल्लाह को मतलूब है। अल्लाह ताला उस रास्ते पर हमें चलने की तौफीक अता फरमाए। ഇത് ചെയ്തത് സാധാരണ പറയാറുണ്ട്,
ഒരാൾ ഏത് മക്കാമിലാണെങ്കിലും ശരി നേരം ഒരു വളരുന്ന സമയത്ത് തന്നെ ശൈത്താൻ ഇവനെ പഴപ്പിക്കാൻ പോകുന്നത് ചുറ്റിലേക്ക് കൊണ്ടുപോയി ഇവനെ പഴപ്പിക്കാതെ എല്ലാ ശ്രമവും ഈ ശൈത്താൻ നടത്തും. അഥവാ അള്ളാഹുദാരൻ മുസ്ലിസായ അടിമകളിൽപ്പെട്ടവനാണെങ്കിൽ അവന്റെ പിടുത്തത്തിൽ പെടുകയില്ല. അത് രക്ഷപ്പെട്ടുകൊണ്ട് അള്ളാഹുദാര ഇഷ്ടപ്പെടുന്ന വഴിയേതോ ആ വഴിയിലൂടെ മാത്രമേ അവൻ ചലിക്കുകയുള്ളൂ. ഇങ്ങനെ അള്ളാഹുദാര ഇഷ്ടപ്പെടുന്ന ആ വഴിയിൽ ചലിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു व तआला ये तो इल्म है, अल्लाह ताला इल्म सुनने के साथ उस पर अमल की तौफीक अता फरमाए। शोर क्या होना है इसका? ഈ പറയുന്നത് നമ്മൾ ഇൽമാണ്. ഇൽമ കേട്ടതിന് ശേഷം അതിനെ അമൽ ചെയ്യുന്നവരാക്കി അള്ളാഹു തആല നമ്മളെ മാറ്റം. ഈ പറഞ്ഞതിന് ശുഭം എന്താണ് വേണ്ടത്? अब ये जो सुने हैं हम, इस हिसाब से हम हर बात अल्लाह को बोलते रहना, अल्लाह को बोलते रहना, अल्लाह से मांगते रहना। अभी हम सुने हैं तो हमारी क्या कैफियत है? अल्लाह सब जान पाना, फिर बोलने की क्या जरूरत है उसको? अल्लाह को सब मालूम है, फिर बोलने की जरूरत क्या है? बुजुर्गों, अल्लाह को जरूरत नहीं है, लेकिन अल्लाह चाहता है, अल्लाह की मर्जी है कि बंदा हर वक्त मेरे को पुकारते रहना। ये मोहम्मद रसूलुल्लाह की सुन्नत है, बुजुर्गों, ये औलिया की सुन्नत। और अल्लाह इसी को पसंद करता है। बंदा हर वक्त अल्लाह को पुकारता है, अल्लाह ये होना, अल्लाह वो होना, अल्लाह ऐसा, अल्लाह वैसा। बुजुर्गों, अल्लाह ताला उस बंदे को बहुत पसंद करता है। അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശുഭം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ എല്ലാ സമയത്തും ഏത് ആവശ്യം നേരിടുമ്പോഴും ഒക്കെ അള്ളാഹുവിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. അള്ളാഹു എനിക്ക് ഇന്നത് വേണം, അള്ളാഹു എനിക്ക് ഇന്നത് വേണം, നിന്റെ ഇന്ന കാര്യം നടക്കണം, നിന്റെ ഇന്ന കാര്യം നടക്കണം, ചെറുതാകട്ടെ വലുതാകട്ടെ, ഇതൊക്കെ ഇങ്ങനെ എല്ലാ സമയത്തും അള്ളാഹുവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനത്തിലും നമ്മൾ കൊണ്ടുവരാൻ പരിശ്രമിക്കുകയാണ്. അതല്ലാതെ അള്ളാഹു തആലക്ക് എല്ലാം അറിയാമല്ലോ, അള്ളാഹിനോട് പറയേണ്ട ആവശ്യം എന്താണുള്ളത് എന്ന് പറയുന്നപ്പോൾ നമ്മൾ കേട്ടതുപോലെ അങ്ങനത്തെ ഒരാളുടെ സ്വഭാവമല്ല നമ്മൾക്ക് ഉണ്ടാകുന്നത്. അള്ളാഹുവിനോടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, അള്ളാഹു പറയാത്തതിനൊക്കെ അറിയാം. പക്ഷെ അള്ളാഹു താല്പര്യപ്പെടുന്ന അടിമയിൽ നിന്ന് അവൻ എല്ലാ സമയത്തും അവന് വേണ്ടതൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, അവൻ എന്നോട് ഒത്തു നിന്നുകൊണ്ടിരിക്കണം, എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കണം. ഇത് അള്ളാഹു തആലക്ക് എന്തെന്നില്ലാത്ത പ്രിയങ്കരമായ ഒരു കാര്യമാണ്. ഇങ്ങനെ അള്ളാഹു തആലയോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് അള്ളാഹു തആലക്ക് പ്രിയപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. മഹാന്മാരായ ഔലിയാക്കൾ സ്വീകരിച്ചു പോകുന്ന അവരുടെ പതിവാണ്. അതുകൊണ്ട് ഇങ്ങനെ സർവ്വതും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ചോദിച്ചുകൊണ്ടുള്ള ഒരു സുന്നത്തും നിലപാടുമാണ് നമ്മളൊക്കെ സ്വീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. उसको तो सब मालूम है, उसके बावजूद हम बोलते रहना ये हमारा काम है, पूरा करना उसका काम है। हम बोलते रहना ये हमारा काम है। अब मालूम है ना, फिर बोलने की क्या जरूरत है? बुजुर्गों, ये कैफियत हमारी नहीं होना। बुजुर्गों, उसको सब मालूम रह के अनजान रहता हो परवरदिगार। बुजुर्ग अल्लाह वाले हमारे क्या बोलते हैं? तजाउलान आरिफाना का मालिक है वो परवरदिगार। सब जानते भी बंदे से बोला अच्छा ये भी होना, ये भी देता हूँ, वो होना वो भी देता हूँ, ऐसा होना चलो ऐसा भी करेंगे। अल्लाह ताला ऐसे, अल्लाह का हम पर बड़ा करम है, ऐसे समझाने वाले हबीब मोहम्मद रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम उनकी उम्मत में पैदा किया है। ऐसे औलिया से अल्लाह हमको निस्बत अता किया है। तो हमारी क्या कैफियत होना, क्या शुक्र होना, हर वक्त अल्लाह को पुकार करो, हर जरूरत पे, हर चीज पे अल्लाह को बोलते रहो। നമ്മൾക്ക് ഏത് ആവശ്യത്തിനും എല്ലാ സമയത്തും അള്ളാഹുവിനോട് കണ്ടുകൊണ്ടിരിക്കുക, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അതല്ലാതെ അള്ളാഹുവിനെ എല്ലാം അറിയാമല്ലോ, അള്ളാഹിനോട് പറയേണ്ട ആവശ്യം എന്താണത് എന്ന് മനസ്സിലാക്കി ഉണ്ടാതിരിക്കല്ലേ വേണ്ടത്. അള്ളാഹു തആലക്ക് എല്ലാം അറിയാം, പക്ഷേ അറിഞ്ഞു എന്നതിന് പേരിൽ അള്ളാഹു തആല ചെയ്തോണമെന്നൊന്നുമില്ല. അള്ളാഹു തആല നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളെ പണിയാണ്. അറിഞ്ഞ ശേഷം അള്ളാഹു തആല ഇഷ്ടപ്പെട്ടത് ചെയ്യട്ടെ അല്ലെങ്കിൽ ചെയ്യാതിരിക്കട്ടെ, നമ്മൾക്കത് വിഷയമല്ല. പക്ഷേ നമ്മളെ പണി എന്താണ്? എപ്പോഴും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ചോദിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു തആല ഇങ്ങനെ ഇന്നത് വേണം, ആ ശരി അത് വേണം, നാളെ ഇന്നത് വേണം, ഇത് വേണ്ടേ, നാളെ വേണം. ഇങ്ങനെ നമ്മുടെ ആ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾക്കനുസരിച്ച് അള്ളാഹു തആല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇങ്ങനെ ഈ കാര്യം ഇത്ര വ്യക്തമായ നിലയ്ക്ക് മനസ്സിലാക്കി തന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിലാണ് അള്ളാഹു തആല നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാര്യങ്ങൾ ഇത്ര വ്യക്തമായി നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്ന മശായിഖന്മാരെ ബന്ധം നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ സമയത്തും അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ഇന്നത് വേണം, ഇന്നത് വേണം, ഇന്നത് വേണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവക്കാരായി മാറുകയാണ് വേണ്ടത്. ये तो माबाद नमाज है, नमाज में भी शुक्र में रहना, हम नमाज में जो कैफियत रहना, अनफुस की हाजतों में जो हमको हाजतें बतलाई गई है उसका इर्तिबात चलते रहना। नमाज में जो इर्तिबात चलते रहना, अगर वो नहीं हुआ वो कैफियत समझो कि हमारी नमाज कबूल नहीं हुई।
अल्लाह ताला वैसी नमाज पढ़ने की हमें तौफीक अता फरमाए। ഈ പറഞ്ഞ അവസ്ഥ നമ്മൾ നിസ്കാരത്തിന് ശേഷം നമ്മൾ ആവശ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും ഈ ശുഭത നിലനിർത്തിക്കൊണ്ടനായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾക്ക് അനുസൃതിയായ ഏതൊക്കെ ആഗ്രഹങ്ങളുണ്ടോ ആ ആവശ്യങ്ങൾ അല്ലാഹു എങ്ങനെ വൃത്തി തരുന്നു എന്നതിന്റെ ആ ശരിയായ വൃത്തിവാക്ക് ബന്ധം നിലനിർത്തിക്കൊണ്ടായിരിക്കും നമ്മൾ നിസ്കാരം നിർവഹിക്കേണ്ടത്. ആ ബന്ധം നിർവഹിക്കുന്ന ഒരവസ്ഥ, ആ ബന്ധം നിലനിർത്തുന്ന ഒരവസ്ഥ നിസ്കാരത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇത് വിവാദത്തിൽ നിസ്കാരം സ്വീകരിക്കപ്പെട്ടിട്ടില്ല. के पास क्या है, तसव्वुर शेख में हम नमाज पढ़ना। तसव्वुर शेख निस्कार निर्वहिക്കുന്നത്. शेख जी वो सूरत सामने बिठा लेके नहीं, बुजुर्ग को उसका मतलब हमारे शेख ने हमको बताया तसव्वुर शेख से मुराद इल्म शेख। ये इल्म शेख को अपने अंदर लाओ और नमाज में रहो। क्या कैफियत पैदा करो, ऐ अल्लाह मेरी हकीकत तो मैयत की है, ऐ अल्लाह मैयत कभी नमाज नहीं पढ़ सकता, तेरी इबादत कर ही नहीं सकता। अब तरावी का इसी नेमत अल्लाह ताला हमारे को दिया है रमजान में, इतनी लंबी नमाज है माशाअल्लाह से, इमाम अभी इतना लंबा लंबा पढ़ा रहे हैं, बुजुर्ग को अच्छा शुक्र कर सकते हम, उनका पढ़ा लेते रहते हम अपने कैफियत में रह सकते। अल्लाह ताला हमारे को कैफियत पैदा करने की तौफीक अता फरमाए। അപ്പോൾ ഈ നിസ്കാരത്തിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാലും നമ്മൾ അശ്രദ്ധരായിക്കൊണ്ട് നിൽക്കല്ല വേണ്ടത്. അല്ലാഹു തആല എൻ്റെ ഈ ആവശ്യങ്ങൾ എങ്ങനെയാണ് ബുദ്ധി തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഈ വ്യക്തിഭാഗത്ത് ശരിക്ക് നിസ്കാരത്തിൽ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകണം. നമ്മൾ മയ്യിത്താണ്, മയ്യിത്ത് എങ്ങനെ നിസ്കരിക്കും, ഈ മയ്യിത്തിനെ നിസ്കരിക്കാൻ എങ്ങനെയാണ് സാധിച്ചത്, അല്ലാഹു തആല എൻ്റെ ആവശ്യം എങ്ങനെയാണ് ബുദ്ധി തന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഈ അവസ്ഥ ശരിക്ക് നിലനിർത്തിക്കൊണ്ട് നമ്മൾ നിസ്കരിക്കാൻ നോക്കണം. പ്രത്യേകിച്ചും റമദാൻ മാസമാണ്, നല്ല നീണ്ട നിസ്കാരം, നല്ല അവസരമാണ് അവരെ നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. ഇമാമികൾ നല്ല നീണ്ട സൂറത്തുകൾ ഓടി ഒരുപാട് നേരം നമ്മൾ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ അവരെ മണ്ണിക്കട്ടെ, നമ്മൾ നമ്മളെ കൈകേറ്റിലായിക്കൊണ്ട് അല്ലാഹു തആലയുടെ ഈ എണ്ണത്തിന് ശേഷം അറിഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന അവസ്ഥ ഉണ്ടാക്കാൻ मेरी हकीकत ये ज़बान से तो बोलना नहीं है, जब अंदर लाओ ये हाल को, ये कैफियत को, इंशाअल्लाह अल्लाह ताला हमारी नमाज को भी कबूल करेगा. അപ്പോൾ നാവുകൊണ്ടിൻ്റെ അവസ്ഥ നാം മയ്യിത്താണ്, അല്ലാഹു എൻ്റെ ഹയാത്തുള്ളതിനാണ് നിൽക്കാൻ പറ്റുമെന്ന് പറയാനല്ല അറിയുന്നത്. നമ്മുടെ അറിവിൽ ഈ കാര്യങ്ങളുടെ ബോധത്തിൽ ഇത് നിലനിർത്തണം. അല്ലാഹുവിനെ എനിക്ക് സ്വന്തം നിൽക്കാൻ കഴിയില്ല, അല്ലാഹു തആലയുടെ പകരം ചെയ്തതിനാൽ എങ്ങനെ അല്ലാഹു തആലയെ നിർത്തിയിരിക്കുന്നു എന്ന കാര്യം അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ നിർവഹിക്കാൻ. हमारी क्या कहते हैं, अल्लाह मेरी हकीकत तो मस्जिद की है, लोग मेरी नमाज पढ़ना था, लेकिन आज मैं तेरी बारगाह में ठहर के तो इबादत कर रहा हूँ, तेरे हयात की वजह से, हयात बख्शी के फैजान की वजह से मैं तेरे सामने ठहरा हुआ हूँ। बिल्कुल सिर्फ ठहरा हुआ नहीं हूँ, बल्कि ये कैफियत भी पैदा होना, अल्लाह इसके साथ तूने मुझे तेरी इबादत का इल्म भी दिया है, हयात ही नहीं दिया बल्कि तेरी इबादत करने का इल्म भी मुझे दिया है, इरादा भी दिया है, फिर कुदरत भी अल्लाह तूने ही दिया है। कुदरत नहीं देता तो क्या हाल रहता हमारा, इबादत कर ही नहीं सकते, हयात इल्म इरादा भी दिया तो जब तक कि कुदरत न दिया, बुजुर्ग को कुदरत दे कि अल्लाह ताला कैसा हमारे को कुव्वत अता कर रहा है, हमारे इज्जत को दूर कर रहा है। 100 किलो का इंसान अगर रुकू में जाए तो कैसा ठहर सकता उन्हें, बुजुर्ग को दूसरे अगर उठाने की कोशिश करे तो 4-5 जने मिलकर उठाना पड़ता, लेकिन अल्लाह का करम है 2 पैर पे उन्हें ठहर रहा है, बुजुर्ग को 2 पैर पे उन्हें ठहर रहा है। ये क्यों है, उसका कमाल नहीं, अल्लाह उसके इज्जत को अल्लाह ताला अपनी कुदरत के पैदान से मालूम है। ये एहसास पैदा होगा इंशाअल्लाह अल्लाह ताला हमको इबादत में मजा भी अता करेगा और उस इबादत को कबूल भी करेगा. അപ്പോൾ നമ്മൾ നിസ്കരിക്കാനുള്ള സമയത്ത് നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കണം? അല്ലാഹുവേ ഞാനൊരു മയ്യിത്താണ്, മയ്യിത്ത് എന്ന സംഭവത്തിൽ ഞാൻ നിസ്കരിക്കുകയല്ല വേണ്ടത്, എൻ്റെ മയ്യിത്താൻ വേറെ നിസ്കരിക്കാനാണ്. പക്ഷേ അങ്ങനെ എൻ്റെ നിസ്കാരം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെ നീ നിസ്കരിക്കുന്നവനാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടായത്? അല്ലാഹു എൻ്റെ ഹയാത്തിൻ്റെ പരിപാലനം അനുഗ്രഹിച്ചതിനാലാണ് ഞാൻ ജീവിച്ചിരിക്കുകയും ഈ നിസ്കാരം നിർവഹിക്കാൻ ബുദ്ധിയനായി മാറുകയും ചെയ്തു. ഇങ്ങനെ ഒരു ഹയാത്ത് വന്നു എന്നതുകൊണ്ട് തന്നെ എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ലായിരുന്നു. ഈ വിവാദത്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ആ അറിവ് എനിക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നു ഞാൻ, അതല്ലെങ്കിൽ എനിക്കിവിടെ നിൽക്കാനോ നിസ്കരിക്കാനോ കഴിയില്ലായിരുന്നു. ആ നിസ്കരിക്കാനുള്ള ഉദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ. ഇങ്ങനെ ഹയാത്ത് നൽകി, എൽമ് നൽകി, ഇറാദ നൽകി, എന്നാലും നമുക്ക് നിസ്കരിക്കാൻ കഴിയില്ല. അഥവാ അല്ലാഹു തആല അവരുടെ കുവ്വത്ത് നൽകി നമ്മുടെ ഇതിനെ നമ്മുടെ അശക്തതയെ അഥവാ ദൂരീകരിച്ചില്ലായെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ഇബാദത്ത് ചെയ്യാൻ കഴിയും? നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു 100 കിലോ വെയിറ്റുള്ള ഒരു മനുഷ്യനെ
രണ്ട് കാലം ഉറുവയിലായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അഥവാ ഉവ്വത്ത് അയാൾ ഇല്ല എന്നുണ്ടെങ്കിൽ അയാളുടെ സ്ഥിതി എന്തായിരുന്നു? എങ്ങനെയാണ് രണ്ട് കാലം ഇയാൾ നിൽക്കുക? അഥവാ ഒരാൾ പൊന്തിക്കാൻ വിചാരിച്ചാൽ ഒറ്റപ്പോയി എങ്ങനെ പൊന്തിക്കാൻ കഴിയില്ല, നാലാൾ കൂടിയിട്ടയാൾ പൊന്തിച്ചു നിർത്താൻ കഴിയുള്ളൂ. അങ്ങനത്തെ ഒരു മനുഷ്യൻ ഇങ്ങനെ രണ്ട് കാലം നിൽക്കുന്നെങ്കിൽ ഇയാളുടെ പേരിൽ നിൽക്കുകയല്ല, അള്ളാഹു തആല അവരുടെ കുദറത്തിന്റെ പ്രകാരം ബന്ധപ്പെടുത്തിയതിനാൽ അങ്ങനെ നിന്നുകൊണ്ട് അള്ളാഹു തആല ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് എൻ്റെ ഇതിനെ ദൂരീകരിച്ചുകൊണ്ട് അവരുടെ കുവ്വത്ത് എനിക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഓരോ കാര്യവും മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ നിസ്കാരം നിർവഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇബാദത്ത് ചെയ്യുന്നത് എന്തെന്നില്ലാത്ത ആനന്ദവും നമ്മൾക്കുണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് അള്ളാഹു തആല സ്വീകരിക്കുകയും. अब हम इसमें कोशिश करो अपने अंदर उतारने की, हार वाले चीजें पैदा करने की। अगर दूसरा को शुरुआत आता है तो उसको अपने दिल में दफना कर मत बैठिए, बल्कि जो भी शक और शुबहात आ रहे हैं, जो भी मुज़ाकिरा दिल में चलता है, अपने उस्तादों से पूछो या उनसे पूछो, हल करो, ख़त्म करो। अगर नहीं करेंगे इंशाअल्लाह देख लेना वही चीज़ नासूर बन जाएगी। अल्लाह ताला हमारी हिफाजत फरमाए। അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി ഇതിൻ്റെ ബോധത്തിലായി തന്നെ നിലകൊള്ളാൻ പരിശ്രമിക്കുന്നു. അഥവാ ഏതെങ്കിലും കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, എന്തെങ്കിലും സംശയം നിലനിൽക്കുന്നെങ്കിൽ ആ സംശയത്തിന് അങ്ങനെ തന്നെ വളർത്തിപ്പോകേണ്ട വേണ്ടത്. അങ്ങനെ വിളിച്ചുകൂടാൻ സംശയമൊന്നും പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കുക ചെയ്യേണ്ടത്. മറിച്ച് ഉസ്താദന്മാരായ അതിനെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന ആളുകളാലും അവരോട് ചോദിച്ച് മനസ്സിലാക്കി സംശയങ്ങളൊക്കെ അതല്ലാതെ സംശയം ജീവിക്കാതെ मन मेरा नहीं सुना आप फिर कहीं सुना मैं इच्छा न बैठा और सो रहा पानी पीने पीछे है नहीं कोई भी അവർക്ക് ചാർജറടക്കം അവർക്ക് കൊണ്ടുപോയി കൊടുത്താൽ അവർ ടോക്കൺ തരും. ആ ടോക്കൺ ശ്രദ്ധിച്ചാൽ ചാർജായി വാങ്ങാം. ചാർജിന് ഫോൺ കൊടുക്കുന്ന ചാർജർ കൂടി കൂടെ കൊടുക്കണം മാത്രം. അവർ തരുന്ന ടോക്കന് എന്തെങ്കിലും ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ഓഫീസിൽ വന്നുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ ടോക്കൺ ഉണ്ടാക്കാൻ പറ്റുന്നത്. എന്നുവെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടൊന്നുണ്ടാവില്ല. फोन चार्जिंग करने के लिए सहूलत फराम की गई है। हॉस्पिटल के सामने की में आपको बाहर निकलते ही नजर आएगा, वहाँ पर सहूलत मौजूद है। आपको फोन चार्ज करना है तो फोन के साथ चार्जर भी रहना जरूरी है। आपको टोकन दिया जाएगा, जब भी चार्ज हुआ आप जाकर फोन वापस ले सकते हैं। अगर किसी सूरत में टोकन गुम हो गया, परेशान होने की कोई वजह नहीं, फौरन वहाँ उनको इत्तला कर देना का हमारा टोकन गुम हो गया। तो इस वजह से आप दूसरे जगहों पर जहाँ पर भी ऐसा चार्जिंग की सहूलत है वहाँ पर जाइए, जहाँ पर सहूलत खराब कीजिए वहाँ पर जाकर नहीं सोते वक्त